ശത്രുതാപരമായ തീവ്രവാദത്തിനിടയിൽ ജീവിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമെന്ന നിലയിൽ യുദ്ധമേഖലയിൽ അകപ്പെട്ടതിനാൽ ഗാസയിലെ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ നിരാശരായിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് ഭക്ഷണവും വെള്ളവും പോലുള്ള അവശ്യവസ്തുക്കൾ നൽകാൻ ഗ്ലോബൽ ക്രിസ്ത്യൻ റിലീഫ് എന്ന സംഘടന രംഗത്തുണ്ട്. വടക്കൻ ഗാസയിൽ മൊബൈൽ ചാർജിംഗ് സ്റ്റേഷനുകൾ ഘടിപ്പിച്ച 3 സൗരോർജ്ജ ജലശുദ്ധീകരണ സംവിധാനങ്ങൾ 1020 പേർക്ക് പ്രതിദിനം 650 ലിറ്റർ ശുദ്ധജലം നൽകുന്നു. എല്ലാ ദിവസവും 738 കുടുംബങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നു. കൂടാതെ 400 കുടിയിറക്കപ്പെട്ട ആളുകളെ കൂടാരങ്ങളിൽ പാർപ്പിക്കുന്നു. കൂടാതെ 300-ലധികം ആളുകൾ അടുത്തിടെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നു. പതിവായി ബൈബിൾ പഠനങ്ങളിലും പ്രാർത്ഥനാ യോഗങ്ങളിലും പങ്കെടുക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നു. തെക്കൻ ഗാസയിൽ ഗ്ലോബൽ ക്രിസ്ത്യൻ റിലീഫ് പങ്കാളികൾ 50-ലധികം കുടുംബങ്ങൾക്ക് അഭയം നൽകിയിട്ടുണ്ട്. പലരും അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ഇസ്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുമതത്തിലേക്ക് പോകുകയും ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധത്തിന്റെയും പീഡനത്തിന്റെയും വേദന ഉണ്ടായിരുന്നിട്ടും ഗാസയിലെ നമ്മുടെ സഹോദരീ സഹോദരന്മാരോടൊപ്പം ദൈവിക കരുതലുണ്ടെന്നതിന് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള ഏറ്റവും പഴക്കമുള്ള ക്രിസ്ത്യൻ സമൂഹങ്ങളിലൊന്നാണ് ഗാസ. എന്നാൽ തുടർച്ചയായ യുദ്ധത്തിനും അക്രമത്തിനുമിടയിൽ ഗാസയിലെ ക്രിസ്ത്യാനികൾ, നമ്മുടെ വേദനിക്കുന്ന സഹോദരീ സഹോദരന്മാർ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ആഗ്രഹിക്കുന്നു. ഈജിപ്തും ഇസ്രായേലും അതിർത്തി പങ്കിടുന്ന ഗാസയിലെ ജനസംഖ്യയിൽ 2 ദശലക്ഷം മുസ്ലിങ്ങൾക്കിടയിൽ ന്യൂനപക്ഷ ക്രിസ്ത്യാനികൾ മാത്രമേയുള്ളൂ.